ഹലോ ഗായ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ചിൽഡ്രൻസ് ഡേക്ക് ഞാൻ എൻ്റെ കുട്ടികൾക്ക് കൊടുത്ത ഗിഫ്റ്റിൻ്റെ അൺബോക്സ് ചെയ്ത് അതിനുശേഷം അത് പാക്ക് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ നമുക്ക് കണ്ടാലോ ഞാൻ എന്തൊക്കെയാണ് എൻ്റെ കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുത്തെന്നുള്ളത്. എൻ്റെ സബ്ജക്റ്റ് അക്കൗണ്ടിങ് ആണെങ്കിലും ഞാൻ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ക്രിയേറ്റീവ് ആർട്സ് തുടങ്ങിയ സബ്ജക്റ്റുകളും കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ക്ലാസ്സുകളുള്ളത്. ചിൽഡ്രൻസ് ഡേക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തില്ലെങ്കിൽ കുട്ടികൾ ചോദിച്ച് മേടിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തവണ എന്താണേലും നേരത്തെ തന്നെ ഗിഫ്റ്റ് മേടിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഈ എടുക്കുന്നത് കുട്ടികൾക്കുള്ള ഗിഫ്റ്റ് അല്ല കേട്ടോ, ഇത് എനിക്ക് ഞാൻ മേടിച്ച ഒരു ഡ്രസ്സാണ്. ഇത് തൽക്കാലം താഴെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കുട്ടികളുടെ ഗിഫ്റ്റിലോട്ട് കിടക്കാം. ഞാൻ മൊത്തം 5 ക്ലാസ്സുകളിലാണ് പഠിപ്പിക്കുന്നത്. ഓരോ ക്ലാസ്സിലും പ്രത്യേകം ഗിഫ്റ്റുകളാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. കുട്ടികളുടെ പ്രായവും അവരെ പഠിപ്പിക്കുന്ന സബ്ജക്റ്റിനും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ അവർക്ക് ഗിഫ്റ്റ് മേടിച്ചിട്ടുള്ളത്. ഈ ഒരു പൗച്ച് 6, 8 and 9 ഗ്രേഡ്സിലുള്ള സ്റ്റുഡൻസിന് വേണ്ടി ഞാൻ മേടിച്ചതാണ്. ഇനി ഓപ്പൺ ചെയ്യാൻ പോകുന്ന ഈ ഒരു ബാഗ് ഇത് എല്ലാ സ്റ്റുഡൻസിനും വേണ്ടി മേടിച്ചതാണ്. ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റി കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റുഡൻസിനും ഞാൻ ഈ ബാഗ് കൊടുത്തു. ഓൾമോസ്റ്റ് 47 സ്റ്റുഡൻസിനെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ 47 സ്റ്റുഡൻസിനും ഇനഫ് ബാഗ് ഉണ്ടായിരുന്നു ഇത്. ഇനി ഓപ്പൺ ചെയ്യാൻ പോകുന്ന ഈ ഒരു ഗിഫ്റ്റ് ഗ്രേഡ് 8 and 9 സ്റ്റുഡൻസിന് വേണ്ടി ഞാൻ മേടിച്ചതാണ്. ടെഡി ബെയറിൻ്റെ ഷേപ്പിൽ പാക്ക് ചെയ്ത നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ടവലാണിത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ ഗിഫ്റ്റ്. കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. ഇനി വരുന്നത് മേടിച്ച ഗിഫ്റ്റുകളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ടുള്ള ഒരു ബാഗാണ്. 2 ടൈപ്പിലുള്ള ബാഗ് ഞാൻ മേടിച്ചു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം ബാഗാണ് മേടിച്ചത്. കാരണം വെച്ചാൽ ഇത്രയും കുട്ടികൾക്ക് ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഗിഫ്റ്റ് ഇതിൽ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. 2 പേർക്കും പ്രത്യേകം ഗിഫ്റ്റുകൾ മേടിച്ചിട്ടുള്ളത് കൊണ്ട് 2 കവറിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാനും കൊടുക്കാനും എളുപ്പമുണ്ട്. ഇനിയുള്ളത് ഞാൻ എല്ലാ കുട്ടികൾക്കും മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ആ സെയിം ബാഗാണ്. അത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് 2 ബാഗിലായിട്ടാണ് അത് വന്നത്. ഇനിയുള്ളത് ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികൾക്കുള്ള പൗച്ചാണ്. അത് ഞാൻ കുറച്ച് കളർഫുള്ളായിട്ടുള്ള പൗച്ചാണ് മേടിച്ചത്. കൊച്ചു കുട്ടികളാകുമ്പോൾ അവർക്ക് കളേഴ്സിനോട് കുറച്ചുകൂടെ താല്പര്യം കാണും. അങ്ങനെ കളർ പൗച്ച് മേടിച്ചു. ഇനിയുള്ളത് എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റിക്കറായിരുന്നു. അത് പിന്നീടുള്ള ആവശ്യത്തിന് വേണ്ടി മേടിച്ചതാണ്. ഇനിയുള്ള ഈ ഒരു ഗിഫ്റ്റ് ഇത് ഞാൻ ഗേൾസിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് മേടിച്ചതാണ്. എല്ലാ ഗേൾസിനും ഞാൻ ഈ ഒരു സെയിം നെക്ലസ് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ബട്ടർഫ്ലൈയുടെ ഷേപ്പിൽ വരുന്ന പല കളേഴ്സോട് കൂടിയ പെൻഡൻറ്റുകളുള്ള നെക്ലേസ് ആയിരുന്നു എല്ലാം. ഇനി വരുന്നത് കുറച്ച് സ്റ്റിക്കേഴ്സും ബുക്ക് മാർക്സും ആണ്. കുട്ടികൾ വായിച്ച് വളരട്ടെ. വായിച്ചാൽ വളരും, വായിച്ചില്ലേൽ വളയും എന്നാരാ പറഞ്ഞിട്ടുള്ളത്? പ്ലീസ് ഡു കമൻറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഗിഫ്റ്റുകൾ. ഇനി നമുക്ക് ഈ ഗിഫ്റ്റുകളെല്ലാം ബോയ്സിൻ്റെ ഗിഫ്റ്റ് ബോയ്സിൻ്റെ കവറിലും ഗേൾസിൻ്റെ ഗിഫ്റ്റ് ഗേൾസിൻ്റെ കവറിലും ഇട്ട് ക്ലാസ് വൈസ് ഏത് ക്ലാസ്സിന് ഏത് ഗിഫ്റ്റാണ്. ഓ മൈ ഗോഡ്, ദിസ് ഈസ് ടു കോംപ്ലിക്കേറ്റഡ് ആണ്. എൻ്റെ കയ്യിൽ ലിസ്റ്റ് പോലുമില്ല. ലിസ്റ്റ് ഞാൻ സ്കൂളിൽ മറന്നു വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. മരമണ്ടിയായ ഞാൻ. എന്നിട്ട് ഞാൻ പിന്നെ എഴുതി ഏറെക്കുറെ നമുക്ക് പഠിപ്പിക്കുന്ന പിള്ളേരെയൊക്കെ നമുക്കറിയാമല്ലോ. 49 സ്റ്റുഡൻസേ ഉള്ളൂ. അപ്പം ഞാൻ ഏകദേശം ഒരു കാൽക്കുലേഷനൊക്കെ വെച്ച് ഞാൻ തന്നെ ഒരു ലിസ്റ്റ് അവിടെ ഇരുന്ന് ഉണ്ടാക്കി ഏതൊക്കെ ഗിഫ്റ്റ് ഏതൊക്കെ സ്റ്റുഡൻസിന് കൊടുക്കണം, ഏതൊക്കെ ക്ലാസ്സിൽ ഏതൊക്കെ ഗിഫ്റ്റ്, അങ്ങനെയെല്ലാം കാറ്റഗറൈസ് ചെയ്ത് അങ്ങനെ ഓരോ ഗിഫ്റ്റുകളും ഞാൻ പാക്ക് ചെയ്യാൻ തുടങ്ങി. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ടെഡി ബെയറിൻ്റെ ഗിഫ്റ്റിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ കവറും അവൈലബിൾ ആയിരുന്നു. അപ്പം അവർക്കത് ഇട്ട് തന്നുകൂടായിരുന്നു. ഞാൻ തന്നെ പിന്നെ എല്ലാത്തിൻ്റെയും കവർ തുറന്ന് അതിൻ്റെ ഇതിട്ട് അങ്ങനെ അതൊരു ഇരട്ടിപ്പണിയായിരുന്നു. ഞാൻ വിചാരിച്ചു കവറിലിട്ട് തരുമായിരിക്കുമെന്ന്, പക്ഷേ ഇട്ട് തന്നില്ല ഗൈസ്. ഞാൻ തന്നെ അത് കവറിലിടേണ്ട വന്നു. അങ്ങനെ അതെല്ലാം കവറിലിട്ട് ആ ഒരു ഗിഫ്റ്റ് മാറ്റി വെച്ചു. പിന്നെ ഞാൻ ആദ്യം ഗേൾസിൻ്റെ ഗിഫ്റ്റാണ് പാക്ക് ചെയ്തത്. ഗേൾസ് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഗേൾസിൻ്റെ ഗിഫ്റ്റ് ആദ്യം പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഗേൾസിൻ്റെ ഗിഫ്റ്റിൽ അവരുടെ നെക്ലസും അതുപോലെ തന്നെ അവർക്ക് പൗച്ച്, പിന്നെ ഞാൻ എല്ലാവർക്കും കോമൺ ആയിട്ട് മേടിച്ചൊരു ഗിഫ്റ്റ് ഒരു റെയിൻബോ കളേർഡ് പെൻസിലാണ്. അതായത് പെൻസിലിൻ്റെ ലിഡിൻ്റെ അവിടെ റെയിൻബോ കളേഴ്സ് ആയിരിക്കും, പല കളേഴ്സ് വരും. അങ്ങനെ ഒരു പെൻസിൽ ഞാൻ എല്ലാവർക്കും കോമൺ ആയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതും ഞാൻ ആ കവറിലിട്ട് ഫസ്റ്റ് ഞാൻ ഗേൾസിൻ്റെ ബാഗ് പാക്ക് ചെയ്തു. ശേഷം എല്ലാ ബോയ്സിൻ്റെ ബാഗും ഒന്നിച്ച് പാക്ക് ചെയ്തു. പിന്നെ ഞാൻ ചെയ്തൊരു അബദ്ധം എന്നാന്ന് ചോദിച്ചാൽ ഈ എല്ലാം പാക്ക് ചെയ്ത് ഞാൻ ഒന്നിച്ചാണ് വെച്ചത്. ക്ലാസ് വൈസ് ഞാൻ തിരിച്ചു വെച്ചില്ല. അപ്പോൾ ഓൾറെഡി ഇപ്പം ബോയ്സിനാണെങ്കിലും ഗേൾസിനാണെങ്കിലും പല ക്ലാസ്സിനും പല ഗിഫ്റ്റുകളാണല്ലോ ഞാൻ കൊടുക്കുന്നത്. അതെനിക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡായി. കാരണം വെച്ചാൽ വീണ്ടും ഞാൻ ഈ പാക്ക് ചെയ്ത ബാഗുകളെല്ലാം തുറന്നു നോക്കി ഏത് ക്ലാസ്സിന് ഏത് ഗിഫ്റ്റാണ്, ബോയ്സിൻ്റേത് ഗേൾസിൻ്റേത്, അങ്ങനെ തരംതിരിച്ച് അതെനിക്ക് നല്ലൊരു പണിയായിരുന്നു. പിന്നെ അതെല്ലാം നോക്കി ക്ലാസ് വൈസ് ഞാൻ ഗിഫ്റ്റുകളൊക്കെ തരംതിരിച്ച് വെച്ചു. പിന്നെ ഈ ഗിഫ്റ്റുകളെല്ലാം ഏകദേശം ഒരാഴ്ച കൊണ്ടാണ് ഞാൻ കൊടുത്തു തീർത്തത്. ബിക്കോസ് ഇത്രയും ഗിഫ്റ്റ് ഒന്നിച്ച് എടുത്തുകൊണ്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് ഓരോ ദിവസവും എനിക്ക് വരുന്ന ക്ലാസ്സുകളുടെ ബേസിസിലാണ് ഞാൻ ഗിഫ്റ്റ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇതുപോലെയാണ് ഓരോ ദിവസവും ഞാൻ സ്കൂളിൽ ഗിഫ്റ്റ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഓരോ ദിവസവും ഇതുപോലെ ഓരോ ബാഗ് ഗിഫ്റ്റ് കാണും. എല്ലാം കൂടെ ഒന്നിച്ചെടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ലായിരുന്നു.
സോ ഡേ ബൈ ഡേ ഞാൻ ഓരോ ക്ലാസ്സിൻ്റെയും ഗിഫ്റ്റായിട്ട് കൊടുക്കുമായിരുന്നു. ചിൽഡ്രൻസ് ഡേയുടെ അന്ന് തന്നെ ഗിഫ്റ്റ് കൊടുക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ നിങ്ങൾ ഓൾറെഡി വീഡിയോസൊക്കെ കണ്ടു കാണുമല്ലോ. നമ്മൾ ചിൽഡ്രൻസ് ഡേയുടെ സ്കൂളിലെ ഡെക്കറേഷൻസ് ആയിട്ട് ഭയങ്കര ബിസി ആയിരുന്നു. വാക്ക് വേ ഡെക്കറേഷൻസ്, സ്റ്റേജ് ഡെക്കറേഷൻസ്, പിന്നെ ഞങ്ങൾക്ക് ഗിഫ്റ്റ് പാക്ക് ചെയ്യണമായിരുന്നു. കുട്ടികൾ കയറി വരുമ്പോൾ അവർക്ക് കൊടുക്കാനായിട്ടുള്ള ആ ഗിഫ്റ്റ് പാക്ക് ചെയ്യണമായിരുന്നു. ബട്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇതുവരെയായിട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ല. ഞാൻ താമസിക്കാണ്ട് തന്നെ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ അത് ഞാൻ അപ്ലോഡ് ചെയ്യും. അങ്ങനെ അതിൻ്റെയൊക്കെ തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് എൻ്റെ ഗിഫ്റ്റ് പാക്ക് ചെയ്യാനുള്ളൊരു സമയമില്ലായിരുന്നു. പിന്നെ ചിൽഡ്രൻസ് ഡേയും കഴിഞ്ഞ് ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഗിഫ്റ്റുകളൊന്ന് പാക്ക് ചെയ്തെടുത്തത്. പിന്നെ ഈ ഗിഫ്റ്റിനെല്ലാം കൂടെ എനിക്കായ ചിലവ് 5000 രൂപയോളമാണ്. ടെമു ആപ്പിൽ നിന്നാണ് ഞാൻ ഈ ഗിഫ്റ്റ് എല്ലാം ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഗിഫ്റ്റ് പാക്കിംഗ് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒരു കമൻറ്റും ഒക്കെ തന്ന് നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. എനിക്കും അറിയണ്ടേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ. സോ ഒരു ലൈക്കും കമൻറ്റും ഒക്കെ തന്ന് നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബായ്. പിന്നെ നിങ്ങൾ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ.